ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനു, വെൽനസ് കോച്ച്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണ് ന്യൂട്രീഷൻ എന്നും അതുപോലെ തന്നെ ന്യൂട്രീഷൻ സപ്ലിമെന്റ്സുകൾ എന്താണെന്നും മാത്രമല്ല ഹെർബലൈഫ് ന്യൂട്രീഷൻ സപ്ലിമെന്റ്സുകളെ യൂസ് ചെയ്യുന്നത് സേഫ് ആണോ എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോ എന്താണ് ന്യൂട്രിയൻസ്? നമ്മുടെ ശരീരം എന്ന് പറയുന്നത് തലമുടി നാര് മുതൽ കാൽ നഖം വരെ കോടാനുകോടി സെൽസിന്റെ അക്യുമുലേഷൻ ആണ് ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത്. ഓരോ സെൽസിനും ഓരോ ദിവസം കറക്റ്റ് അളവിലുള്ള ന്യൂട്രിയൻസ് കിട്ടിയാൽ മാത്രമേ അവർ ആക്റ്റീവ് ആവുകയുള്ളൂ. അപ്പൊ ഈ ന്യൂട്രിയൻസ് എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് നമുക്ക് ന്യൂട്രീഷൻസ് കിട്ടുന്നത്. എന്നാൽ നമ്മൾ ഇന്ന് കഴിക്കുന്ന ഭക്ഷണത്തിൽ ന്യൂട്രീഷൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ എന്തിനാണ് നമ്മൾ ഡെയിലി ബേസിൽ ന്യൂട്രിയൻസ് എടുക്കുന്നതെന്ന് പറയാം. അപ്പൊ ഡെയിലി ബേസിൽ നമ്മൾ ന്യൂട്രിയൻസ് എടുത്താൽ, നമ്മുടെ ബോഡിക്ക് കറക്റ്റ് അളവിലുള്ള ന്യൂട്രീഷൻ ഡയറ്റ് ഫോളോ ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? നമ്മുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് പെർഫെക്റ്റ് ആയിരിക്കും, എനർജിയും വൈറ്റാലിറ്റിയും ടു ദ കോർ അധികമായിരിക്കും. മാത്രമല്ല നമ്മുടെ ബോഡിയിൽ എപ്പോഴും ഒരു ക്ലെൻസിങ് പ്രോഗ്രാം നടക്കുന്നതിനും അതുപോലെ തന്നെ ബോഡിനെ എപ്പോഴും ക്ലീൻ ചെയ്യാനും ഒരു ആന്റി ഏജിങ് പ്രോസസ്സിങ്ങിൽ ഇരിക്കാനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇമ്മ്യൂണിറ്റി ലെവല് ബൂസ്റ്റപ്പ് ചെയ്യാനും ഡെയിലി ബേസിൽ ഒരു ബാലൻസ്ഡ് ന്യൂട്രീഷൻ നമ്മുടെ ബോഡിക്ക് ആവശ്യമാണ്. ശരിക്കും 5 ടൈപ്പ് ഓഫ് ന്യൂട്രിയൻസ് ആണുള്ളത്. ഒന്ന് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, വിറ്റമിൻസ് ആൻഡ് മിനറൽസ്. ഇതൊക്കെ കറക്റ്റ് അളവില് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ബാലൻസ് ചെയ്ത് അല്ലെങ്കിൽ സെലക്ട് ചെയ്ത് കഴിക്കുന്നതിനെയാണ് നമ്മൾ ബാലൻസ്ഡ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ന്യൂട്രിയൻസ് എന്താണെന്നും ന്യൂട്രീഷൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഡെയിലി ബേസിൽ നമ്മൾ സെലക്ട് ചെയ്ത് കഴിച്ചാലുള്ള ഗുണങ്ങൾ എന്താണെന്നും മനസ്സിലായി. ഇനി നമുക്ക് സപ്ലിമെന്റ്സിലേക്ക് പോകാം. എന്തിനാണ് നമ്മൾ സപ്ലിമെന്റ്സുകൾ യൂസ് ചെയ്യുന്നത്? ന്യൂട്രീഷൻ സപ്ലിമെന്റുകൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അപ്പൊ നമ്മളിങ്ങനെ ബാലൻസ്ഡ് ആയിട്ടുള്ള ന്യൂട്രീഷൻ ഡയറ്റ് എടുക്കുന്ന സമയത്ത് പോലും നമ്മുടെ ബോഡിയിലെ ചില ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി, ചില ഗ്യാപ്പുകൾ വരും. അപ്പൊ ഈ ഗ്യാപ്പുകളെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സപ്ലിമെന്റ്സുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ കംഫർട്ടായിട്ട് നമ്മളുടെ ആ ഡയറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സപ്ലിമെന്റ്സുകൾ യൂസ് ചെയ്യുന്നത്. ഈ സപ്ലിമെന്റ്സിന്റെ കാര്യം പറയുമ്പോൾ കുറെ ആൾക്കാരുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, പണ്ടുള്ള ആളുകളും ഇതേ ചോറും കറിയും കഴിച്ചിട്ട് തന്നെയാണ് ജീവിച്ചു പോന്നിരുന്നത്, ഇപ്പോഴെന്താണ് ഈ സപ്ലിമെന്റ്സുകൾ ഇങ്ങനെ മുന്നോട്ട് വരണേന്ന് ചോദിക്കും. അതിന്റെ മെയിൻ കാരണങ്ങൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പണ്ട് കാലത്തുള്ള ആളുകൾ ഫോളോ ചെയ്യുന്ന കുറെ നല്ല നല്ല കാര്യങ്ങൾ ഇന്ന് നമ്മൾ ചെയ്യുന്നില്ല. കാരണം നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സും നമ്മുടെ ലൈഫ് സ്റ്റൈലും പണ്ടുള്ള ആളുകളെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഡിഫറെന്റ് ആണ്. ഇപ്പോ ഫുഡ് ഹാബിറ്റ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ പണ്ടുള്ള ആളുകൾ എപ്പോഴും ഫുഡ് ഹാബിറ്റ്സിൽ നല്ല മൂന്ന് കാര്യങ്ങൾ അവർ പ്രോപ്പർ ആയിട്ട് ചെയ്തു പോയിട്ടുണ്ട്. ഒന്ന് അവരുടെ സ്റ്റോറിങ് മെത്തേഡ്, 2 കുക്കിംഗ് മെത്തേഡ്, 3 ഗ്രോയിങ് മെത്തേഡ് എന്ന് പറയുന്ന 3 മെത്തേഡ്സ് അവർ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് സ്റ്റോറിങ് മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പണ്ട് കാലങ്ങളിലുള്ള ആളുകളുടെ വീട്ടിൽ വരുന്ന വേസ്റ്റുകൾ ഉണ്ടല്ലോ, അത് അവരുടെ പറമ്പിൽ തന്നെ കൊണ്ടുപോയി ഡംപ് ചെയ്ത് ഒരു കമ്പോസ്റ്റ് വളം അവർ റെഡിയാക്കിയിരുന്നു. 40 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ജൈവ വളം റെഡി ആയിട്ടുണ്ടാവും. ഈ ജൈവ വളം കൊണ്ടുപോയിട്ട് അവരുടെ തന്നെ കൃഷിയിടങ്ങളിൽ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ നല്ല ഫലപുഷ്ടമായിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നമുക്ക് കിട്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ നമ്മളുടെ സ്റ്റോറിംഗ് മെത്തേഡ്, ഇന്നത്തെ നമ്മളുടെ ഗ്രോയിങ് മെത്തേഡ് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം പെസ്റ്റിസൈഡ്സ്, കെമിക്കൽസ്, ഫെർട്ടിലൈസേഴ്സ് എല്ലാം ആഡ് ചെയ്തിട്ടുള്ള പഴങ്ങളും പച്ചക്കറികളാണ് ഇന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് രീതിയിലുള്ള കെമിക്കൽ റിയാക്ഷൻസ് അതിൽ നമ്മുടെ ബോഡിയിലേക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അടുത്തത് വന്നിട്ട് സ്റ്റോറിംഗ് മെത്തേഡ്. അപ്പൊ പണ്ട് കാലങ്ങളിലുള്ള ആളുകളുടെ വീടുകളുടെ സൈഡിലായിട്ട് അവിടെ അടുക്കള തോട്ടങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ വീട്ടിലേക്ക് വേണ്ടി വരുന്ന എല്ലാ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും എല്ലാം തന്നെ അപ്പപ്പ പറിച്ച് പാകം ചെയ്ത് അപ്പപ്പന്നെ യൂസ് ചെയ്യുന്ന മെത്തേഡിലൂടെ ന്യൂട്രീഷൻസ് ഒക്കെ കറക്റ്റ് അളവിൽ കിട്ടുമായിരുന്നു. പക്ഷെ ഇന്നത്തെ നമ്മളുടെ സ്റ്റോറിംഗ് മെത്തേഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏത് നാട്ടിലാണ് ഇത് വിളഞ്ഞത്, എപ്പോ വിളഞ്ഞു, എപ്പോ അത് റീറ്റെയിൽ മാർക്കറ്റിലെത്തി, ഹോൾസെയിൽ മാർക്കറ്റിലെത്തി, അതുപോലെ തന്നെ നമ്മുടെ കയ്യിലേക്ക് എത്തി, നമ്മൾ അത് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് എപ്പോഴാണ് അത് യൂസ് ചെയ്യണേന്ന് പോലും നമുക്കറിയില്ല. അപ്പൊ ഇങ്ങനെ ഇത്രയും അധികം വലിയൊരു ഡ്യൂറേഷൻ വരുന്നത് കാരണം ആ ഒരു ഫ്രൂട്ട്സിൽ അല്ലെങ്കിൽ ആ ഒരു വെജിറ്റബിൾസിലുള്ള ന്യൂട്രീഷൻസ് വളരെയധികം കുറഞ്ഞു പോവാണ് ചെയ്യുന്നത്, കാരണം കുറെ ഡ്യൂറേഷൻ എടുക്കുന്ന കാരണം. അപ്പൊ ഈ രീതിയിലാണ് നമ്മളുടെ സ്റ്റോറിംഗ് മെത്തേഡ് വരുന്നത്. ഇനി കുക്കിംഗ് മെത്തേഡ് എടുത്ത് നോക്കുകയാണെങ്കിലോ, പണ്ട് കാലങ്ങളിൽ അടുപ്പില് മൺപാത്രങ്ങളിൽ മൂടി വെച്ചിട്ടാണ് ആഹാരങ്ങൾ പാകം ചെയ്തിരുന്നത് അല്ലെ.
അങ്ങനെ ചെയ്യുമ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പച്ചക്കറികളിലും അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങളിലൊക്കെയുള്ള ന്യൂട്രീഷൻസ് അതിൽ തന്നെ തങ്ങി നിന്ന് ന്യൂട്രീഷൻസ് നമുക്ക് നല്ല ന്യൂട്രീഷൻസ് വാല്യൂ ഉള്ള ഫുഡുകൾ നമ്മൾ ഡെയിലി ബേസിൽ എടുത്തിരുന്നു. പക്ഷെ ഇന്നത്തെ നമ്മളുടെ കുക്കിംഗ് മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ലൈഫ് സ്റ്റൈലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രഷർ കുക്കറിൽ എല്ലാ വെജിറ്റബിൾസും കൂടി ഒരുമിച്ച് കട്ട് ചെയ്ത് പ്രഷർ കുക്കറിൽ ഇടുന്നു. അത് അടിക്കുന്ന വിസിലിന്റെ ആവിയോട് കൂടി അതിലുള്ള ചെറിയ ചെറിയ ന്യൂട്രീഷൻസ് പോലും ആവിയോട് കൂടി പുറത്തേക്ക് പോയിട്ടുണ്ടാവും. ഈ രീതിയിലാണ് നമ്മളുടെ കുക്കിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ പണ്ട് കാലങ്ങളിൽ ആളുകൾ ഫോളോ ചെയ്തിരുന്ന ഫുഡ് ഹാബിറ്റ്സും ഇന്നത്തെ ആളുകൾ ഫോളോ ചെയ്തിരുന്ന ഫുഡ് ഹാബിറ്റ്സും ഭയങ്കര ഡിഫറെന്റ് ആണ്. ഇനി പണ്ട് കാലങ്ങളിലുള്ള ആളുകളുടെ ലൈഫ് സ്റ്റൈൽ എടുത്ത് നോക്കുകയാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങണ വരെ അവർ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളും ഒരു എക്സസൈസ് ഓറിയന്റഡ് ലൈഫ് സ്റ്റൈലിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം രാവിലെ എഴുന്നേൽക്കുന്നു, മുറ്റമടിക്കുന്നു, വെള്ളം കോരുന്നു, പാത്രം കഴുകുന്നു, അതുപോലെ തന്നെ അലക്കുന്നു. ഇതെല്ലാം ചെയ്തിരുന്നത് അവരവരുടെ കൈകൾ കൊണ്ടാണ്. ആ സമയത്തുള്ള പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വീടുകളിൽ പാടത്തും പറമ്പിലും പോയിട്ട് കിളക്കലും തെങ്ങിന്റെ കട തുറക്കലും അണക്കലും അങ്ങനെ ഫുൾ ടൈം എക്സസൈസ് ഓറിയന്റഡ് ലൈഫ് സ്റ്റൈലാണ് അവർ ഫോളോ ചെയ്തിരുന്നത്. പക്ഷെ ഇന്നത്തെ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്? എല്ലാ കാര്യത്തിനും മെഷീൻസിനെയാണ് നമ്മൾ ആശ്രയിക്കുന്നത് അല്ലെ. നമുക്ക് മിക്സി ഉണ്ട്, ഗ്രൈൻഡർ ഉണ്ട്, 2 വീലർ ഉണ്ട്, 4 വീലർ ഉണ്ട്, ലിഫ്റ്റ് ഉണ്ട്. എല്ലാതും ഒരു മെഷീൻ ഇല്ലെങ്കിൽ നമ്മളില്ല എന്നുള്ള ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈലിലേക്ക് നമ്മളെല്ലാവരും എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തില് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി പണ്ടത്തെ കാലത്തിലേക്ക് പോവാന്ന് പറയുന്നത് ഇനി നമുക്ക് ചിന്തിക്കാനേ പറ്റാത്ത ഒരു കാര്യമാണ്. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ, ഈ ഒരു ബിസി ലൈഫ് സ്റ്റൈലിലും ഈ ഫുഡിന്റെ ഈ ഒരു ഡീറ്റെയിൽസ് ഉള്ള സമയത്ത് എന്തായാലും എല്ലാവരുടെ അടുക്കളയിലും ഈ ന്യൂട്രീഷൻ സപ്ലിമെന്റ്സുകൾ വരും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. കാരണം ന്യൂട്രീഷൻ നമുക്ക് ഡെഫിഷ്യൻസീസ് ആണ് വന്നുകൊണ്ടിരിക്കുന്ന. ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഫില്ല് ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള ന്യൂട്രീഷൻ സപ്ലിമെന്റ്സുകൾ എല്ലാവരും യൂസ് ചെയ്യേണ്ട കാലം ഇപ്പൊ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ന്യൂട്രീഷൻ എന്താണെന്നും അതിന്റെ യൂസേജും അതുപോലെ തന്നെ സപ്ലിമെന്റ്സുകളുടെ ആവശ്യകതയെ കുറിച്ചും ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോസിൽ നമുക്ക് കാണാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു.